സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഈ വർഷം 12 ജീവനുകളാണ് കാട്ടാനയാക്രമണത്തിൽ ഇല്ലാതായത്. വയനാട്ടിൽ 3 പേരാണ് ഇതുവരെയും കൊല്ലപ്പെട്ടത്. ജനുവരി 8-ാം തീയതിയായിരുന്നു പുൽപ്പള്ളിയിൽ വെച്ചിട്ട് കർണാടക സ്വദേശിയായ വിഷ്ണു കൊല്ലപ്പെടുന്നത്. ഫെബ്രുവരി 10-ാം തീയതിയോടെ നൂൽപ്പുഴയിൽ മാനു ആണ് കൊല്ലപ്പെടുന്നത്. അട്ടമലയിൽ ദുരന്തബാധിത മേഖലയാണ്. അട്ടമലയിൽ ഫെബ്രുവരി 12-ാം തീയതി മാനു കൊല്ലപ്പെട്ട് ഒരു ദിവസത്തിന് ശേഷം ഫെബ്രുവരി 12-ാം തീയതിയോടുകൂടി അട്ടമലയിൽ ബാലകൃഷ്ണൻ കൊല്ലപ്പെടുന്നു. തേയില എസ്റ്റേറ്റിലെ വഴിയിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിലായിരുന്നു ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇടുക്കിയിലേക്ക് വന്നാൽ 2 പേരാണ്. ചിന്നാറിൽ വെച്ച് ബിമലും പെരുവന്താനത്ത് വെച്ച് സോഫിയയും. വയനാട്ടിൽ ഫെബ്രുവരി 10-ാം തീയതി മാനു കൊല്ലപ്പെട്ട അതേ ദിവസം തന്നെയാണ് ഇടുക്കി പെരുവന്താനത്ത് സോഫിയും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. മലപ്പുറത്തും 2 മരണമാണ് ഇതുവരെ ഉണ്ടായത്. നിലമ്പൂരിൽ സനോജിനിയും ഒപ്പം മണിയും. മണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട കാടിനെ വ്യക്തമായിട്ട് അറിയാവുന്ന മണിയായിരുന്നു. കാടിനെ സ്നേഹിക്കുന്ന മണിയായിരുന്നു. മകളെ ഹോസ്റ്റലിലാക്കി തിരികെ വരുമ്പോഴാണ് കാട്ടാന ആക്രമണത്തിൽ വനമേഖലയിൽ വെച്ച് മണി കൊല്ലപ്പെടുന്നത്. പരിക്കേറ്റ മണിയെ ചുമന്നുകൊണ്ട് പുറത്തെത്തിച്ച് 4 മണിക്കൂറിന് ശേഷമാണ് ആ സഹോദരൻ ആശുപത്രിയിലേക്ക് പോലും എത്തിക്കാനായത്. അതും ഏറെ വേദനയോടുകൂടിയായിരുന്നു കേരളം കേട്ടത്. കണ്ണൂരിൽ ആറളം ഫാമിലെ കാട്ടാന ആക്രമണത്തെക്കുറിച്ച് എത്രയെത്ര തവണ നമ്മൾ കേട്ടിരിക്കുന്നു അല്ലേ? ഒരേ ദിവസം മരിച്ചവർ വെള്ളിയും ലീലയും. അതേപോലെ തന്നെ തിരുവനന്തപുരം പാലോടിൽ ബാബുവും തൃശൂർ താമര വെള്ളച്ചാലിൽ പ്രഭാകരനും. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കേട്ട വാർത്ത ഇപ്പോഴും അതിന്റെ ഞെട്ടലാണ്. പാലക്കാട് മുണ്ടൂരിൽ അലനും. ഇങ്ങനെ 12 പേരാണ് ഇതുവരെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. പരിക്കേറ്റവരും അതോടൊപ്പം തന്നെ മറ്റു നാശനഷ്ടങ്ങൾ സംഭവിച്ചവരുടെ കണക്കുകൾ വേറെയുമുണ്ട്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധമുണ്ടാകും, പലർക്കും നഷ്ടപരിഹാരം ഉണ്ടാകും. പക്ഷേ ഈ വിഷയങ്ങളിൽ നിന്ന്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് എന്താണ് ഞങ്ങൾക്കുള്ളൊരു പരിഹാരമെന്ന് ഈ മനുഷ്യർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറുപടി മാത്രം ആരുടെയും കയ്യിലില്ല.